അപ്പോൾ ഞാൻ പുസ്തകത്തിലെ പ്രതിപാദ്യത്തിലേക്ക് അധികം പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരെ ജനങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക, ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തമാണ്. ഇത് പറയുമ്പോൾ പലതരത്തിലാണ് സൈലൻ്റായിട്ട് നമ്മുടെ വീടകങ്ങളിലേക്ക് ഈ വർഗീയതയുടെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പ്രഭാഷണങ്ങൾ, ഈ പുസ്തക ചർച്ച പലയിടത്തും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പുസ്തക ചർച്ചയിൽ ആ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടൊരു അനുഭവം പറയുന്നു. അദ്ദേഹം ഒരു വീട്ടിൽ പോയി, ബന്ധു വീട്ടിലാണ്. വീട്ടിൽ പോയപ്പോൾ വീട്ടമ്മ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ കുറച്ച് സമയം ഇരിക്കണം, ഞാനൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. അവർ കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വന്നു. അപ്പോൾ വന്നപ്പോൾ ആ വീട്ടമ്മ പറയുന്നത് ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്നതിനിടയിലാണ് നിങ്ങൾ കോളിംഗ് ബെൽ അടിച്ചത്. ഞാനിവിടെ വന്നു, നിങ്ങളെ ഔപചാരികമായിട്ട് സ്വീകരിച്ചിരുത്തി പോയിട്ടത് ആത്മീയ പ്രഭാഷണം കേൾക്കാനാണ്. ഇപ്പോൾ ഇത് കർക്കിടക മാസമാണല്ലോ. പഞ്ഞമാസങ്ങളിൽ കേരളത്തിലെ വീടുകളിലൊക്കെ രാമായണം വായിക്കൽ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് പരമ്പരാഗതമായിട്ടുള്ള രാമായണ വായനയല്ല. നേരെ മറിച്ച് ഇതുപോലെയുള്ള ഓൺലൈൻ പ്രഭാഷണങ്ങളിലൂടെ ഈ വർഗീയത വീടകങ്ങളിലേക്ക് കുത്തിച്ചെലുത്തുന്ന ആസൂത്രണമാണ്. അത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാണല്ലോ. ആത്മീയ പ്രഭാഷണം എന്ന പേരിൽ വർഗീയ ആശയങ്ങൾ കുത്തിച്ചെലുത്തുക, ഇവിടെ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ ക്ഷേത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നു. കണ്ണൂരിലുള്ള ഉണ്ടായിട്ടൊരു അനുഭവം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞം, അപ്പോൾ വലിയ പ്രചരണമാണ്, പോസ്റ്റർ. അപ്പോൾ ഒരു ചൈതന്യ സ്വാമി വരുന്നു. ഏത് ചൈതന്യാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സ്വാമി ഭാഗവതത്തിലെ ശ്ലോകം ചൊല്ലി അതിന് വ്യാഖ്യാനം പറഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയാൻ തുടങ്ങി. പിന്നെ അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകളാണ് മുമ്പിലിരിക്കുന്നത്. അവർ ധൈര്യമുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അല്ല സ്വാമി, ഭാഗവതത്തിൽ പിണറായി വിജയനെ പറ്റി വല്ലതും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇതാണ് സംഘപരിവാറിൻ്റെ ശൈലി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ജാഗ്രതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തമായി മാറുന്നു. അതാണ് ഇവിടെ നിർവഹിക്കുന്നത്.